ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അധികാരികളോട് ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ടാണ്. ഇവിടെ നിന്ന് മാറ്റണം. ഇത് ടൗണിൻ്റെ സെൻറ്ററിലാണ്, നിങ്ങൾ കണ്ടാൽ അറിയാം, ഒരു ഓട്ടോ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ആറളം ഗ്രാമപഞ്ചായത്തിലെ ചെടിക്കുളം ടൗണിൽ ഒരു ട്രാൻസ്ഫോമർ ജനജീവിതത്തിനു ഭീഷണി ഉയർത്താൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇടുങ്ങിയ സ്ഥലത്ത് മൺതിട്ടയുടെ മുകളിൽ എപ്പോൾ വേണമെങ്കിലും നിലം പൊത്തുമെന്ന മട്ടിലാണ് ട്രാൻസ്ഫോമർ നിലകൊള്ളുന്നത്. ഓട്ടോ സ്റ്റാൻഡും കടകമ്പോളങ്ങളും ബാർബർ ഷോപ്പും അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങൾ ഇതിനു കീഴിൽ സ്ഥിതി ചെയ്യുന്നു. ചെടിക്കുളം ആയിഷ LP സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വാഹനയാത്രികർക്കുമെല്ലാം ഈ ട്രാൻസ്ഫോമറിന്റെ അപകടനിഴലിൽ ചവിട്ടി വേണം കടന്നുപോവാൻ. എത്ര കാലമെന്ന് വെച്ചാണ് ഇവർ ഈ ദുരിതയാത്ര തുടരുക? ട്രാൻസ്ഫോമർ ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അധികാരികളോട് ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ടാണ്. ഇവിടെ നിന്ന് മാറ്റണം. ഇത് ടൗണിൻ്റെ സെൻറ്ററിലാണ്, നിങ്ങൾ കണ്ടാൽ അറിയാം, ഒരു ഓട്ടോ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. യാത്രക്കായി ഇതിലെ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അപകടകരമായ രീതിയിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്നതാണ്. ഒരുപാട് പ്രാവശ്യം അധികാരികൾക്ക് ഇതിൻ്റെ അപേക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. ഇതുവരെ ഇത് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒന്നും ഒരു തീരുമാനം, ഇതൊന്നും ഉറപ്പിക്കാൻ പോലുള്ള തീരുമാനമായിട്ടില്ല. അപ്പം ഇതിനു വേണ്ട നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. 2 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ട്രാൻസ്ഫോമറിന്. 20ഓളം ഓട്ടോറിക്ഷകളാണ് ഈ അപകടക്കെണിക്ക് കീഴിൽ ഉപജീവനത്തിന്റെ ഓട്ടത്തിനായി ദിവസവും കാത്തുകിടക്കുന്നത്. ആറളം അത്തിക്കൽ റീച്ച് വീതി കൂട്ടിയ റോഡ് കടന്നുപോകുന്നതിന്റെ ഭാഗമായി നടത്തിയ നവീകരണ പ്രവർത്തികൾ കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫോമർ തറനിരപ്പിൽ നിന്നും 1/2 മീറ്റർ മുകളിലായിപ്പോയി. കടവരാന്തയിലേക്ക് വലിച്ചുകെട്ടിയ സ്റ്റേ വയറിന്റെ ബലത്തിലാണോ ഇത് നിലകൊള്ളുന്നത് എന്ന് പോലും ഒറ്റക്കാഴ്ചയിൽ തോന്നിപ്പോകും. ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കുവാൻ സ്ഥലം കൊടുക്കാമെന്ന് നാട്ടുകാർ പറഞ്ഞുവെങ്കിലും KSEB അധികൃതരുടെ ഭാഗത്തുനിന്നും ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ല. മനുഷ്യജീവൻ പണയം വച്ചു തന്നെ വേണോ KSEBയുടെ ഈ അനാസ്ഥ? അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അധികൃതരുടെ മേൽനോട്ടം കൊണ്ട് സാധാരണക്കാരന് എന്ത് പ്രയോജനം? പരിഹാരമാർഗങ്ങൾക്ക് നാട്ടുകാർ ഉൾപ്പെടെ സഹകരിക്കുവാൻ തയ്യാറാകുമ്പോഴും എസ്റ്റിമേറ്റിന്റെ കണക്കുകളല്ല ന്യായീകരണമായി പറയേണ്ടത്. KSEBയുടെ അവഗണനയ്ക്ക് മുന്നിൽ പണയം വയ്ക്കാനുള്ളതല്ല മനുഷ്യജീവനുകൾ. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.